സോ ഹേ ഗായ്സ്, ഇപ്പോൾ നമ്മളിന്നൊരു സെയിം ഗെയിം നമ്മൾ നേരത്തെ എപ്പോഴും കളിക്കുന്ന ഗെയിം തന്നെ. പക്ഷേ നിങ്ങളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നല്ലേ. ഏ ഞാനിപ്പോൾ കുറേ നേരം AFK ഇതുണ്ട്. ഇപ്പോൾ $5,000 നമുക്കിപ്പോൾ ഉണ്ട്. നല്ല പിന്നുണ്ട്. ഇവിടെ ഫെൻസ് വെച്ചു. കള്ളന്മാരൊക്കെ 2 വണ്ടി അടിച്ചുകൊണ്ട് പോയി. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇപ്പം എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ടാവില്ല. എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കമ്പ്യൂട്ടറിൽ ഞാൻ എംപ്ലോയീസിനെ ഹയർ ചെയ്തു. കുറേ സാധനങ്ങൾ സ്ട്രീറ്റ് ലാമ്പ് വെച്ച് കണ്ടോ. നമുക്ക് ഇനി അടുത്ത പാർക്കിങ്ങിലോട്ട് നമുക്ക് ഇന്ന് വാങ്ങണം. ഇന്ന് വാങ്ങി ഫുൾ സെറ്റാക്കും. റൂഫ് ലെവൽ 1 ഉണ്ട്. ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് പാർക്കിംഗ് വരെ ഉണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇത് ഒരെണ്ണം വാങ്ങാൻ എനിക്ക് പ്ലാനിങ് ഉണ്ട്. ഇത് വാങ്ങണം. പിന്നെ ഈ സാധനമാണ് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഓർഡർ കൊടുത്തായിരുന്നു. ഓക്കെ, ഡെലിവറി അറിയാം. ആ സാധനമാണ് എന്തായാലും നമുക്ക് എടുക്കട്ടെ. എടുക്കട്ടെ. പിങ് ഓക്കെ. അപ്പോൾ സ്റ്റോറേജിൽ ഇത് ഒരെണ്ണം ഓർഡർ ചെയ്ത്, ഇത് 2 ഓർഡർ ചെയ്ത് സപ്ലൈസ്. എന്നാലും നമുക്കത് ഇനിയും കുറേ സാധനങ്ങൾ ഞാൻ നേരത്തെ വാങ്ങിച്ചത് ലെഫ്റ്റ് ഓവർ വന്നത്. അത് കണ്ട നമ്മുടെ ആള് എത്തി. കണ്ടാ ഹലോ ബ്രോ, വാട്സാപ്പ്. ഓക്കെ, നമുക്ക് ഞാൻ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരാം, PC-യിൽ കാണിച്ചു തരാം. നമുക്കിനി ഓഫീസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അത് എത്രാമത്തെ ലെവലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഓഫീസ് സൈഡ് വാക്ക് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും $8,000. പക്ഷെ അത് കുറച്ചും കൂടി ആയിട്ട് മതി. ഇത് എംപ്ലോയിയിൽ അതാണോ, പോർട്ടറും ഉണ്ട്, ഗാർഡിന്, ക്ലീനറിന് നമുക്ക് ലെവൽ 4 ചെയ്യാൻ പറ്റും. വല്ലാത്ത കഷ്ടം. ഷോപ്പിലിപ്പോൾ വേറെ ഒന്നും വാങ്ങാനായിട്ടില്ല പ്രത്യേകിച്ച്. അടുത്ത നമുക്ക് പാർക്കിംഗ് ഏരിയ വാങ്ങാം. റോഡ് കോൺക്രീറ്റ് പൈസ ശരിയെന്നാ. ഓക്കെ, അതാണ് നമ്മുടെ സ്ഥലം ആണെന്ന് തോന്നുന്നു. ഇപ്പത്തെ പിങ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ഥലം. വാ, ഇത് ബസ്സാണ്. വാൻ എന്തോ കിടക്കുന്നുണ്ട്. ബസ്സാണ്. എന്ത് സാധനം ഇത്? വേസ്റ്റ് എടുത്ത് കളയാൻ പാടില്ല. ശരിയാണ്. അപ്പം നമ്മൾ ഇനി കുറച്ച് ഇതിലും പൈസ വേണം. നമുക്കതിന് വേണമെങ്കിൽ കുറച്ച് പൈസ മുടക്കണം. വേണ്ട, എത്ര രൂപ ഇരിക്കും ഇതിന്? അത് നോക്കാം പൈസ. നോക്കാം. ഒടുക്കത്ത പിങ്. എന്താ നല്ല ഡോർ ഓഫീസ് കണ്ടോ. ഇവിടെ ഒരു സ്ട്രീറ്റ് ലാമ്പ് വെച്ച് ഇതുപോലെ വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ഗണ്ണുണ്ട്. ആവശ്യമില്ലാത്തമാരെയൊക്കെ കൊണ്ട് ഇട്ടാനൊക്കെ നമുക്ക് കളയാൻ പറ്റും. ആവശ്യമുള്ളവർ മാത്രം ഒരു മതി. ഇനി ഒന്മാരില്ല, വന്നട്ടെ. അവൻ തന്നെ ഓപ്പണാക്കി അവൻ തന്നെ കിട്ടും. ഈ ഗ്രാഫിറ്റി കളയട്ടെ. ഇവിടെ ഫെൻസ് വെച്ചിട്ട് ഇങ്ങനെയും വന്നു. എന്താണ് എനിക്ക് മനസ്സിലാവാത്തത്? ഓക്കെ, കളഞ്ഞിട്ടു. റെപ്യൂട്ടേഷൻ ലെവൽ 3 -72 ആണ്. അതിൻ്റെ ഇടയിൽ അടുത്ത എനിക്കൊന്നും വേറെ ഒരു പണിയില്ലേ. എടാ, ഇതെന്താണ്? നിങ്ങൾ ചൊല്ലി, ബാക്കിയുള്ളവന്മാരൊക്കെ ഞാൻ നോക്കണം. ശരി. ഇവിടെ ഞാൻ നോക്കട്ടെ. ഇപ്പോൾ പോർട്ടർ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല.
ഈസി ആയിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ രണ്ടിനും കൂടി ഞാൻ നിൽക്കേണ്ടി കുറേ നേരം ഇരുന്ന് കളിച്ചു, ഒരു അരമണി 3/4 ഇരുന്ന് കളിച്ചു. എന്നിട്ടാണ് ഒരു ലെവൽ 3 ആക്കിയത്. കണ്ടോ, $3000. ഇപ്പോൾ 1500 ഉണ്ട്, ഒരു 1500 കൂടി വേണം. ഷോപ്പിൽ നിന്നൊക്കെ എല്ലാം വാങ്ങാൻ പറ്റുമെന്ന് നോക്കിയാൽ ഫെൻസ് വേണ്ട, ഡെക്കറേഷൻസിൽ മെറ്റൽ ബെഞ്ച് വേണ്ട. ഇപ്പോൾ എണ്ണം വാങ്ങാം. $500 അല്ലെങ്കിൽ $200, 1000. അയ്യൊരു സാധനം കഴിക്കാൻ അതിനെ പറ്റില്ല. അതിൻ്റെ ഇടയിലോട്ടത്തവൻ വേറെ ഏതോ വണ്ടിയുടെ മേളിൽ കൂടി വന്ന് ഇട്ടേക്കൺ. നിനക്ക് ആരെയും ഇവിടെ ലൈസൻസ് വന്ന് ഓ ഓ ഓ ഓക്കെ. എൻ്റെ കയ്യിൽ വേറൊരു സാധനം അടിക്കാനുണ്ട്. നമ്മുടെ കോഫി മെഷീൻ. A machine that sells coffee generates extra income. Let's make some income. ക്ലീനറിനെ വെച്ചിട്ട് ഇത് വെച്ചാൽ മതിയോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ എടുക്കട്ടെ. ഓക്കെ, ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഒരു ഓഹോ, എൻ്റെ ഫ്രണ്ടിൽ കൂടി പോണേ ആരും കണ്ടില്ല. എവിടെ പോയി എൻ്റെ ഫ്രണ്ടിൽ കൂടി പോണേ ആരും കണ്ടില്ല. ചെല്ലു ഓളം നോക്കൂ. ഓ ശരി, അങ്ങോട്ട് കൊണ്ട് ഓടിക്കളിക്കാനുള്ള നമ്മളൊന്ന് മാറി നിൽക്കാം. വട്ടായ ശരിക്കും വണ്ടി എന്താ, ഞാൻ പിന്നെ ബാക്കിലിട്ട് ഇങ്ങനത്തെ ഒരു ബാരിയർ സെറ്റ് ചെയ്തു. ഇവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ലേ. ഇങ്ങനെ നിനക്ക് ഇവിടെ ഇടാൻ ലൈസൻസ് ഇല്ല, റദ്ദാക്കിയിരിക്കണു. ചെല്ലു. ഇവിടെ ഇവന്മാർക്ക് ഇതെന്തുവാടാ, ഭ്രാന്താ. ഡെലിവറി അറൈവ്ഡാ. ഞാൻ എന്തായിട്ട് കുറച്ചും ഓർഡർ ചെയ്തോ. പെട്ട്. ഞാൻ ഇതിൻ്റെ വേസ്റ്റും കൂടി ഞാൻ പെറുക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. ചായക്കപ്പ്. ചായ കുടിച്ചാൽ പിന്നെ കപ്പ് ഇവിടെ താഴ്ത്തിട്ടിട്ടു. ഒരു വേസ്റ്റ് ബിന്നൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അത് ഇവിടോട്ട് കിടക്കണ്ടല്ലോ ഒരു വേസ്റ്റ് ബിൻ. ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട് വേസ്, എന്നിട്ടാണ്. ഓക്കെ, അയ്യോ ഓക്കെ, ഇത് എടുത്ത് വേസ്റ്റ് ചെയ്തിട്ടേക്കാം. ഓക്കെ, -90 ഓക്കെ, അവിടെ കട. എന്തോരം പേരാണത്. എവിടെ ഇവർക്ക് എന്ത് പ്രശ്നമില്ല, എല്ലാവരും വന്ന് വണ്ടി ഇടിക്കണം ഈ ഒരു സാധനത്തിട്ട്. ഇവിടെ പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇവർക്കൊക്കെ മര്യാദ ഓടിച്ചൂടെ വണ്ടി. പിങ്ങും ഇടിക്കരുത്, കളിക്കരുത്. ബാക്കോട്ട് റിവേഴ്സ് എടുക്കാനാണ്. നിന്റെ വണ്ടി ഞാനിവിടെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കപ്പെടാ. നീയും വേണ്ട ഇവിടെ പാർക്ക് ചെയ്യാൻ ലൈസൻസ്. എടാ ഇവർക്ക് ഇതെന്താണ് പറ്റിയ, ഭ്രാന്തായി ഇവർക്കൊക്കെ. അല്ല, എനിക്കറിയാൻ പാടില്ല. കുറച്ച് നേരം ഒരാൾ ഓടിക്കൊണ്ടിരിക്കാം. ഓട്ടം ഞാൻ നിർത്തിക്കട്ടെ. ഒടുക്കത്തെ പിങ്ങ്. ഞാൻ അവിടെ ഓടിക്കൊണ്ടിരിക്കും, വെറുതെ പ്രശ്നം ഉണ്ടാക്കണേ. ഓക്കെ, ടോർച്ച് എന്തിനാണ് എടുത്തേക്കണം? ടോർച്ചല്ല, വടിയെടുക്കണ്ട, അല്ല തോക്കെടുക്കണ്ട. ഇവർക്ക് നേരെ ഇട്ടുകൂടി വണ്ടികളെല്ലാം. ഉണ്ടോ അപ്പുറത്തെ ലൈൻ ടച്ച് ചെയ്ത് ഔട്ടാവും. ഔട്ട്. ലൈൻ ടച്ച് ചെയ്തപ്പോൾ ഔട്ട്. അതെ, ഇവനെ ഔട്ടായി. ഈ വണ്ടി ഔട്ട്. ശരി, ഔട്ടാവും. ഔട്ട്.
ബാക്കിയുള്ള വണ്ടികളൊക്കെ കിടന്നോണ്ടിയുള്ളൂ, അല്ലെങ്കിൽ ഇൻകം കുറയും. ഒടുക്കത്ത പിങ് റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും മര്യാദ വന്നാൽ മതിയാണ്. ഇവിടെ എന്തോ ഉള്ള എനിക്കിവിടെ ചായ മെഷീൻ വെക്കാനായിട്ട് എന്ത് പറ്റി, വല്ലാതെ കഷ്ടവും. ഞാൻ ഇതുണ്ടല്ലോ ഇവിടെ നിന്ന് പൊക്കട്ടെ, ഇത് ഇവിടെ നിന്ന് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ പ്രശ്നമാകും. പ്ലീസ് ഡസ്റ്റ്ബിൻ്റെ അടുത്തായിട്ട് വെക്കാം, അതാകുമ്പോൾ മാറ്റി കൂട്ടിയിട്ട് നോക്കിയിട്ടെ, അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു. ഇല്ല, കോഫി മെഷീൻ വെറുതെ വെച്ചാൽ ഒരു ഭംഗിക്ക് സാധനമൊന്നുമില്ല, അതുകൊണ്ടാണ്. കണ്ടോ ഇപ്പം ലൈറ്റ് എല്ലാം ഓട്ടോമാറ്റിക് ആണ്, ടോർച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാം ഓട്ടോമാറ്റിക് ലൈറ്റ്. ആൾക്കാർ കൂടി ഇവിടെ ഡെലിവറി എന്തോ വന്നിട്ടുണ്ട്, എന്താ സാധനം ഞാൻ എന്താ നേരത്തെ ഓർഡർ ചെയ്തതിന് ഒരു ഐഡിയ ഇല്ല. ഓ ഐ ഗോട്ട് ഇറ്റ്. ഇതെനിക്ക് എന്താ സാധനം ഇതുണ്ടല്ലോ, മറ്റേ പുറത്ത് ലൈറ്റ് ഒക്കെ ആയിട്ടല്ലേ. ഇവിടെ വേറൊരു സാധനം ഉണ്ടായിരുന്നു ഷോപ്പിൽ. ഇൻകം നമുക്ക് കൂട്ടാൻ കുറച്ചും കൂടി. 1500 ഒരു 3 ഓർഡർ ചെയ്തിട്ടുണ്ട്. $300. ഓക്കെ, ഇൻവെൻട്രി പ്ലേസ് ഇവിടെ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. എന്താണ് ഞാനിത് വാങ്ങിച്ചത്, ദാറ്റ്സ് വൈ ഐ ബോട്ട് ഇറ്റ്. ഇവിടെ ഒന്നും തീരെ വെളിച്ചില്ലാത്ത സ്ഥലമാണ്, ഇരുട്ടുകുത്തി കിടക്കാം. ഞാൻ 1.5 വാങ്ങിച്ചുള്ള അത് ഇൻകം കിട്ടും, നിക്ഷേപിക്കുന്നില്ല. ഹലോ, എന്തൊക്കെയുണ്ട്? ഇതേ കണ്ട ഗാർഡ് ഇവിടെ ഓടി ഇങ്ങനെ നടക്കും, കള്ളന്മാർ വന്ന് അടിച്ചു ഓടിക്കും. അതാണ് അങ്ങനെ വേണം ഗാർഡായ. എനിക്കിത് ഇതൊന്നും ഇനി വാങ്ങാനായിട്ടുള്ള പൈസ ഇല്ല. കുറച്ച് സാധനങ്ങളൊക്കെ ഓൾറെഡി സ്റ്റോറേജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 500. ഇതൊരു 2 ഓർഡർ ചെയ്യണം, ഒരു 3 ഓർഡർ ചെയ്യാം. ഇപ്പം വേണ്ട, ഒരു 1500 ആവോ. അപ്പം എനിക്കൊരു 1000 മതി. ഇവിടെ ഷോപ്പ് 1000 ഇപ്പോഴും ഓർഡർ ചെയ്യാൻ പറ്റൂല. എന്നാലും എന്തുപറ്റി വണ്ടികൾക്കൊക്കെ എന്താണ് വെറുതെ ഹോണടി. ആഹാ കൊള്ളാട്ടാ. ആറ് ചെല്ലു നീ ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ നിന്നാലേ പ്രശ്നം. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ വണ്ടികൾ ഇവിടെ കിടന്നു. നമ്മുടെ ഗാർഡ് അവിടെ ഇവിടേക്ക് കിടന്നു, ഓടി കിടന്നോളും. ഒരു മിനിറ്റ് എത്ര റൗണ്ട് എടുക്കുന്നുണ്ടോ ഒരു ഗാർഡ്? മൊത്തം നമുക്ക് 3 ഗാർഡും ഷിഫ്റ്റ് അനുസരിച്ചിട്ടുണ്ടോ. 3 ഗാർഡിൽ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ട്. എംപ്ലോയി ഉണ്ടാവും, പോർട്ടർ 3 പേര്. ഇത് ഓരോ ടൈമിങ് അനുസരിച്ചാണ് ഉണ്ടാവും. ഫ്രം 10 മണി ടു 18. 18 ഫസ്റ്റത്തെ ഗാർഡ്, പിന്നെ സെക്കൻഡത്തെ ഗാർഡ് 18 to 2. പിന്നെ തേർഡ് ഗാർഡ് 2 to 10. എന്താ ഇങ്ങനത്തെ ഒരു സ്കെഡ്യൂളാണ്. ഞാൻ ഈ തോക്കും ബിസിൻ്റെ അടക്കേണ്ടി വരും. എന്താ കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? ശരി, കളിക്കരുത്. മര്യാദക്ക് ഇതൊക്കെ എന്താണ്? മാനേഴ്സ് ഒന്നുമില്ല. നമ്മുടെ ഓഫീസ് ഈ സാധനം എടുത്ത് മാറ്റാൻ പറ്റില്ല. സൈഡ് വോക്കിനെ അപ്ഗ്രേഡ് ചെയ്യാൻ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. പിന്നെ
then ഗ്രാഫിറ്റി ഇതിന് കുറച്ച് നേരം പിടിക്കും. വളരെ കഷ്ടമാണ് ഈ ഗ്രാഫിക്സ് അടിച്ചേക്കണത്. ഗ്രാഫിക് അറിയാം. ഓക്കെ 535. ഓക്കെ 108. ഇവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാവും. റെഡ് പിന്നെടുത്ത് എല്ലാം പ്രശ്നം ഉണ്ടാവും. ഇവിടെ മാത്രം ഇവിടെ നിന്ന് മാറി കളിക്കും. വണ്ടി എടുത്തോണ്ട് പോയി. വണ്ടി എടുത്തോണ്ട് പോകും. ചെല് അമ്പ വണ്ടി എടുത്തോണ്ടോ? ഇനി വണ്ടിക്ക് എന്താ കുഴപ്പം? ടയറും പോയാ അതാണ് ചാൻസ്. പിന്നത്തെ ഇവിടെയായിട്ട് ഞാൻ ചെടികൾ വെച്ചു. ഇതുണ്ടോ? നേരത്തെ എവിടെയൊക്കെ ഒരു ചെടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുള്ള് നന്നായിട്ട് തിളങ്ങാനുണ്ട്. ഇങ്ങനെയൊക്കെ മര്യാദക്ക് കൊണ്ട് വെക്കരുത്. കണ്ടോ? ഈ ഒരു റോ ഫുള്ള് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പകുതി പോട്ട് വെച്ച് ചെയ്ത്, പകുതി മറ്റേ ഇത് വെച്ച് ചെയ്തു. ഓക്കെ കൂട്ടും. കോഫി മെഷീനിൽ സപ്ലൈസ് ഇല്ല. ഓക്കെ നമുക്ക് $1500 കൊടുത്ത് നമുക്ക് ആ ലൈറ്റ് ഒരു 3-4 വരുത്താം. ഒരു 3 ഇരിക്കട്ടെ. 4 അങ്ങനെയിട്ട് 2000 ആയില്ല. പിന്നെന്താ കുഴപ്പം? 2000 ആയില്ല. ഓക്കെ ഗ്രാഫിക്സ് ഉള്ളതാണ്. ഗാർഡ് ഉണ്ടായിട്ടും ഗ്രാഫിക്സ് അടിക്കും. ഗാർഡ് ചുറ്റിക്കണമെന്ന് എങ്ങനെ കാണാൻ? വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? യെസ് പറ്റി. എത്ര ദൂരത്തുനിന്ന് പറ്റും? ഓർഡർ എന്ത് പറയണം? ലൈറ്റ്നിങ്ങിലെ ചെന്നിട്ട് ഇത് എണ്ണം വാങ്ങിച്ചു. എന്തോ ഓർഡർ ചെയ്യാൻ പറ്റാത്തോ? വേറെ എന്തെങ്കിലും ഓർഡർ ഉണ്ടോ? ഇത് മാറ്റിയിട്ട് സെക്യൂരിറ്റി ഇത് ഒന്നും ഓർഡർ ചെയ്യുന്നതാണല്ലോ. പിങ്ങാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഞാനിതിപ്പോൾ കുറേ നേരം ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിപ്പോൾ നമ്മുടെ പാർക്കിംഗ് ലോട്ടെല്ലാം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കുറച്ച് വെച്ചിട്ടുള്ളൂ, പക്ഷേ നല്ല ഇതുണ്ട്. പിന്നെ ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ഇത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ബെഞ്ച് വെച്ച്, പിന്നെ വേറെ എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് പറ്റാനുള്ള ബെഞ്ച്, അതുകൊണ്ട് അവിടെ അങ്ങോട്ട് വെച്ച് എല്ലാ വണ്ടികളും അതിൻ്റെ മേത്ത് കയറിയിരിക്കണേ. ഇനി ഇപ്പുറത്തെ ഞാൻ റെഡിയാക്കി, പകുതിയെ റെഡിയാക്കിയിട്ടുള്ളൂ, പകുതി റെഡിയാവാനുണ്ട്. കണ്ടോ അടുത്ത വണ്ടി ദൂരത്തുനിന്ന് റെഡിയാക്കാൻ പറ്റും. പിന്നെ ഇത് ഇവിടെ ഞാൻ ഇപ്പോൾ മറ്റേ ഫുള്ള് അപ്ഗ്രേഡ് ചെയ്തില്ല, അതിന് കുറച്ച് ചെയ്തു അപ്ഗ്രേഡ്. ഇവിടെ വേസ്റ്റ് ഉള്ളതാണ് ഏറ്റവും വലിയ പണി. കണ്ടോ level 3 നമ്മൾ തീരാറായിട്ടുണ്ട്. $10,000 ആക്കിയിട്ടുണ്ട്. ഞാൻ കുറേ നേരം AFK ചെയ്യുന്നു. പിന്നെ നമുക്കിനി ചെയ്യാനായിട്ടുള്ളത്, ഇന്നത്തെ വീഡിയോ level 4 ആകുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാൻ level 4 ആയിട്ട് നോക്കാം. ഓക്കെ ഗായ്സ്, നമ്മളിപ്പോൾ കുറേ പരിപാടി ചെയ്തു, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ട്രാഷ് വറുക്കാം. ട്രാഷ് വറുക്കുമ്പോൾ കൂടുതൽ മറ്റേ റെപ്യൂട്ടേഷൻ കയറുന്നുണ്ട്.
കുറേ വേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പെറുക്കിയിട്ട് അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ ഡെലിവറി എത്തി. അവിടെ ഉണ്ടല്ലോ ഞാൻ ഈ തൂക്കി പിടിച്ച് നടക്കുന്നത്, അവിടെ ഉണ്ടല്ലോ എല്ലാ വണ്ടികളും വന്ന് പൊട്ടന്മാരെ പോലെ ഒരു എല്ലായിടത്തും ഇടി വാങ്ങാൻ അല്ല ഇടിക്കാൻ. ഓക്കെ, വീഡിയോ ക്യാമറ നമ്മൾ എല്ലായിടത്തും വീഡിയോ ക്യാമറ വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ ഫോൺ അടിക്കണേ, ഞാൻ മൈൻഡ് ചെയ്യാനുള്ള പ്ലീസ്. വീഡിയോ ക്യാമറ എങ്ങനെ കാണാൻ പറ്റും, അതാണ് എൻ്റെ സംശയം. ദാറ്റ്സ് മൈ ഓൺലി ക്വസ്റ്റ്യൻ. എവിടെ വീഡിയോ ക്യാമറ എവിടെ വെക്കണം അത് പറ. വീഡിയോ ക്യാമറ അതെ ഇവിടെ അവിടെ. ഓക്കെ, അവിടെ ഒരെണ്ണം വെച്ചു. ഓക്കെ, പ്രശ്നം ഉണ്ടാക്കുന്നവരെയൊക്കെ പൊക്കാൻ പോകാം. ഇവിടെ വെക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. പത്തെണ്ണം വെറുതെ വാങ്ങിച്ചാണെന്ന് തോന്നുന്നില്ല. ഞാൻ അപ്പുറത്തേക്കൊന്ന് നടക്കട്ടെ. നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഈ വണ്ടികളൊക്കെ എന്താണ് വട്ടായ. ഓക്കെ,